നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കുഞ്ഞ് അച്ഛന്റെ സ്നേഹവും കരുതലും അറിയാതെ വളരേണ്ടി വരുന്നത് നിങ്ങൾ കാരണോ? നന്ദു, എന്റെ കുഞ്ഞിനെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയുവോ, നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. പകരം ചോദിച്ചിരിക്കും ഞാൻ. മോളെ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അതാണ് ധർമ്മം. നീ ചെയ്തത് ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സുമി. അവനവന്റെ കർമ്മത്തിന്റെ ഫലം അവനവന് അനുഭവിച്ചല്ലേ പറ്റൂ. അതിന് നീ എന്ത് പഴിച്ചു? ചെയ്ത കാര്യങ്ങളിലൊന്നും എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ലമ്മേ. നിതീഷിനും അവന്റെ അമ്മയ്ക്കും കിട്ടിയ ശിക്ഷ അവരർഹിക്കുന്നതാണെന്ന് എനിക്കറിയാം. നന്ദുവിനോട് എനിക്ക് സഹതാപവും സങ്കടവും മാത്രമേ ഉള്ളൂ. അവൾക്കൊരിക്കലും ഇങ്ങനൊരു ഗതി വരാൻ പാടില്ലായിരുന്നു. അവളൊരു തെറ്റും ചെയ്തില്ലല്ലോ. എത്രയോ നാളായി നമ്മൾ കാത്തിരുന്ന ഒരു ദിവസമായത്. അമ്മയോടൊപ്പം, നമ്മുടെ കുഞ്ഞിനോടൊപ്പം. ഇന്ന് ഈ വീട്ടിലേക്ക് നീ വീണ്ടും വലതുകാലം വെച്ച് കയറാൻ പോവാ. ഇന്നാണ് ഈ വീട് നമുക്ക് ശരിക്കും സ്വന്തമാവുന്നത്. ഇന്ന് ഈ വീട്ടിലേക്ക് നീ കാലെടുത്ത് വെക്കുന്നത് സന്തോഷത്തോടെ ആവണം സുമി. വലതുകാല് വെച്ച് കയറ്. അച്ഛമ്മേ, ഇതാ അച്ഛമ്മയുടെ കുഞ്ഞി തക്കടു. ഇവനെ കാണാൻ അച്ഛമ്മ ഇല്ലാതെ പോയല്ലോ. മോനെ, അമ്മയെല്ലാം കാണുന്നുണ്ടാവും. ഒരു പ്രാർത്ഥനയായി നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവുകയും ചെയ്യും. ദേ, ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.